മേഘ നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് എല്ലാം നമ്മുടെ ഫേമിൽ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ പാർട്ട്നേഴ്സിനൊക്കെ മൊത്തത്തിലൊരു കുറവുണ്ട്. 30 അതാ ഞാൻ പറഞ്ഞത്. പ്രശ്നമാണ്. കാരണം പാർട്ട്നേഴ്സിനൊക്കെ കൊടുത്തപ്പോൾ മേഘയ്ക്ക് 30 തന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം ആർക്കും ഒന്നും ഉണ്ടാവില്ല. ഒരു 25,000 മേഘ ഉണ്ടാവും. 30 ആണ് പറഞ്ഞത്. മൊത്തത്തിൽ ലോസ് ആണ്. അപ്പോൾ പാർട്ട്നേഴ്സിന് ഒന്നും എമൗണ്ട് ഉണ്ടാവില്ല. മേഘ 30 തന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നമാണ്. അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ. വർഷം ഇപ്പം പ്രോഫിറ്റ് ചിലപ്പം കൂടി വരുമല്ലോ. നോക്കട്ടെ. ഹലോ, നീ എവിടെയാടാ? ലെഫ്റ്റ്. ഓക്കെ. നീ എന്താ വിളിച്ചേ? ഞാനൊരു 30,000 ഈ ആഴ്ച തരാന്ന് പറഞ്ഞില്ലേ? അതെ. അതുണ്ടാവില്ല. എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ഒരു 30,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. അതാ ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയണത് 25,000 തരുമെന്നാ. അതെന്ത് പറ്റി? അവര് ഗ്യാരണ്ടി പ്രോഫിറ്റിൽ പറഞ്ഞതല്ലേ 30,000? ആ ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞതാ 30,000 ആണ് എന്റെ ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇങ്ങനെയാ പറയണേ 25,000. എടാ അങ്ങനെയാണ് അയാൾ നിന്നെ പറ്റിക്കാടാ. എടാ ഡീഡിൽ നമ്മൾ 30,000 റുപ്പീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഗ്യാരണ്ടി ആയിട്ട് ആ പ്രോഫിറ്റ് തന്നോളാം. അത് കമ്പനി ലോസിലാണെങ്കിലും നിനക്ക് ആ 30,000 പ്രോഫിറ്റ് തന്നിരിക്കണം. അത് റൂൾ ഉള്ളതാണ്. നിന്നെ അയാൾ പറ്റിക്കായിരിക്കുംടാ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയോട് എന്തായാലും ചോദിക്കണം. നമുക്ക് അയാൾ പോയി ചോദിക്കാം. ഇപ്പൊ തന്നെ ചോദിക്കാം. വാ. എടാ അങ്ങേര് നിന്നെ പാർട്ട്ണറാ. ചെല്ലി പോയി ചോദിക്കേ. വേണോ? പിന്നെ ഒരു 5,000 രൂപയല്ലേ പോട്ടെ. ഒരെണ്ണം തരും ഞാൻ. എടാ നിന്റെ പ്രോഫിറ്റ് അല്ല അയാൾ നീ പറ്റിക്കാടാ. എന്നാലും എങ്ങനെ അപ്പൊ അങ്ങനോട് പോയി ചോദിക്കാം? ഈടാ നിനക്ക് പറ്റിയില്ലേ ഞാൻ പോയി ചോദിക്കാം. പൈസയുടെ വില നിനക്ക് അറിയായിട്ടാ. ചേട്ടാ എന്താ പ്രശ്നം? ഒരു മിനിറ്റ്. ചേട്ടാ ഇവക്ക് 30,000 ആയിരുന്നില്ലേ പ്രോഫിറ്റിൽ ഗ്യാരണ്ടി പറഞ്ഞിരുന്നേ. പക്ഷെ ചേട്ടൻ 25,000 കൊടുത്തിട്ടുള്ളല്ലോ. ഞാൻ ഇയാളെ ഫ്രണ്ടാകുമ്പോ ചോദിക്കാം. ആ പ്രശ്നമില്ല. ശരി, അത് പ്രോഫിറ്റ് മൊത്തത്തിൽ കുറവാണ്. പ്രോഫിറ്റ് ഫേമിന് മൊത്തത്തിൽ കുറവാണ്. അപ്പൊ ഓരോ പാർട്ട്നേഴ്സിന് കുറച്ചേ ഉണ്ടാവും. അങ്ങനെയല്ലല്ലോ 30 തരാന്ന് പറഞ്ഞാണല്ലോ. 30 പറയുന്നത് മൊത്തം പ്രോഫിറ്റ് കുറവല്ലേ? 30,000 ഗ്യാരണ്ടി പറഞ്ഞാൽ 25,000 കൊടുത്തിട്ട് കാര്യം 30 തന്നെ കൊടുക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയതിനെ കൊണ്ട് നിർബന്ധം. നമുക്ക് എന്നാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി നിയമമൊക്കെ അറിയാലേ? നിയമൊക്കെ കുറിച്ചറിയാം സാറേ. എന്താ ചെയ്യാൻ പറ്റുക? നമ്മളെന്നാ പോലീസ് സ്റ്റേഷനിൽ പൊക്കോളാം. നമുക്കെന്നാ അവിടുന്ന് കാണാം. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പോലെ കാണും. നിങ്ങൾ എവിടെയാണെങ്കിൽ പോയിക്കോ. ഒരു കുഴപ്പമില്ല. ഗൂഗിൾ പേ നമ്പർ 85,900 തുടങ്ങുന്ന നമ്പറാ. 5,000 അല്ലേ? വന്നിക്കോ, സ്റ്റേഷനിൽ പോയിക്കോ. എന്ത് വേണം ചെയ്തോ. നിയമം പഠിപ്പിക്കണം കേട്ടോ. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഡീൽ ചെയ്ത് കണ്ടില്ലേ? നീയാ?